പ്രശസ്ത കാർട്ടൂണിസ്റ്റ് സീരി മാസ്റ്ററുടെ നവതി ആഘോഷം മെയ് 31-ന് കേരള കാർട്ടൂൺ അക്കാദമി, സമന്വയ സാംസ്കാരിക സദസ്സ്, പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ നേതൃത്വത്തിൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. സീരി മാസ്റ്ററുടെ വരയനുഭവങ്ങൾ ഗോശ്രീ വിഷൻ പ്രതിനിധി നോയൽ രാജുമായി പങ്കുവച്ചപ്പോൾ മലയാളം മനോരമ വാർഷിക പതിപ്പിലാണ് ആദ്യം 1962 വാർഷിക പതിപ്പിലാണ് ഇത് വന്നത്. അപ്പം അതിന് ശേഷം ആ വാർഷിക പതിപ്പുകൾ നമ്മൾ ആ കാലഘട്ടത്തിൽ മാത്രം കാർട്ടൂൺ കൊടുക്കുകയും മറ്റുള്ള ചില സിനിമ മാസികകളൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്കൊക്കെ സിനിമയെ സംബന്ധിച്ചിട്ടുള്ള മാറ്റർ ശേഖരിച്ചിട്ട് അതിൽ സിനിമ ജോക്സ് ഒക്കെ വെച്ചിട്ട് പല കാർട്ടൂണുകളും അത് കുറേ നാളുകളായി ഉണ്ടായി തന്നെ അങ്ങനെ നീണ്ടു നിന്നിരുന്നു എന്നാണ് പറയുന്നത്. ആ കാലത്ത് തന്നെയാണ് ഈ നർമ്മദയിൽ ഒരു ലക്കത്തിൽ അയച്ചപ്പോൾ അദ്ദേഹം എന്നെ ഒരു കത്തയച്ചു. എറണാകുളത്ത് ചെന്ന് രാഘവൻ നായരുമായിട്ട് പേഴ്സണലായിട്ട് കണ്ടു. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന നർമ്മദയിൽ ഒരു പേജിൽ ഒരു ഹാഫ് പേജിൽ 4 കോളമായിട്ട് അതൊക്കെ അദ്ദേഹം തന്നെ ഒരു കടലാസിൽ ആ കോളം ഒക്കെ എന്നെ വരച്ച് അതിൻ്റെ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് കിട്ടാവുന്ന രീതിയിൽ അത് അയച്ചു തന്നു. അങ്ങനെ അതിൽ ഏതാണ്ട് ഒരുപാട് നാളുകൾ നർമ്മദയിലെ അദ്ദേഹത്തിൻ്റെ ചരമം വരെ കൃത്യമായി എല്ലാ ലക്കത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായിരുന്നു. ഇത് രൂപീകരിക്കുന്ന ഏത് വർഷത്തിലാണ്? അത് ഗഫൂർ ഒരിക്കൽ എറണാകുളത്ത് വന്ന് ഞങ്ങൾ അക്കാദമിയുടെ ഒരു സൗഹൃദ സമ്മേളനം എന്നുള്ള രീതിയിലൊരു യോഗത്തിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വല്ലയിടത്തുമൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്താൽ പോരാ, നമുക്കൊരു ഏകോപിച്ചിട്ടുള്ളൊരു സംഘടന വേണം. അതിന് നമുക്ക് ഏതെങ്കിലും ആ രീതിയിൽ എല്ലാവർക്കും കൂടി പ്രവർത്തിക്കാവുന്ന രീതിയിൽ ഒരു സംഘടന രൂപീകരിക്കണം. ക്ലബിൽ വെച്ചിട്ട് ഒരു പൊതുയോഗം വിളിക്കുകയാണ്. ആ പൊതുയോഗത്തിൽ വെച്ചിട്ട് ആണ് അന്ന് സുകുമാർ, യേശുദാസ് അടക്കമുള്ള ഒരു 10-20ഓളം പേര് ചേർന്നിട്ട് കേരള കാർട്ടൂൺ അക്കാദമി എന്നുള്ള പേരിൽ ഒരു സംഘടന അവിടെ വെച്ച് രൂപം കൊള്ളുകയാണ്. പ്രകലാധ്യാപകനായിരുന്നല്ലോ രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളിലായിരുന്നു. കാർട്ടൂൺ രംഗത്തേക്ക് എങ്ങനെയാണ് സാറ് വന്നുപെടുന്നത്? അത് ജോലി ചെയ്യുന്ന കാലത്ത് നർമ്മദ മാതിരിയുള്ള പ്രസിദ്ധീകരണങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിയിരുന്ന ആളാണ്. അതുപോലെ തന്നെ ഇല്ലസ്ട്രേറ്റ് വീക്കിലി, ഇംഗ്ലീഷിൽ ഇല്ലസ്ട്രേറ്റ് വീക്കിലി എന്നുണ്ട്. അതിൽ ലക്ഷ്മണിൻ്റെയും അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർട്ടൂണിസ്റ്റുകളുടെ എല്ലാം രചനകൾ അതിനകത്തുണ്ടാവും. അപ്പോൾ അതിൽ ഇങ്ങനെ 1-2 ഈ ചെറിയ ബിറ്റ് കാർട്ടൂൺസ് ഞാൻ തയ്യാറാക്കി അതിനകത്ത് അയച്ചു അവരത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ കഥാപാത്രത്തിന്റെ റപ്പായിച്ചേട്ടൻ അതിന് സാറിന് 35 വർഷക്കാലം കുറച്ചതിന് വീരവിജയത്തിന്റെ അവാർഡ് തന്നിട്ടുണ്ട്. അത് പിന്നീട് തുടരുന്നുണ്ടോ ആ കഥാപാത്രം? ഇല്ല, ആ കഥാപാത്രം പിന്നെ അവരുടെ പ്രസിദ്ധീകരണം നിലച്ചതോടുകൂടി അത് നിന്നുപോയി. സായാഹ്നകേരള ദിനപത്രത്തില് ആഴ്ചവട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു പംക്തി സാർ ദീർഘകാലം ചെയ്തിരുന്നു. പ്രതിവാരം നമ്മുടേതായ ഒരു പ്രത്യേക സ്റ്റൈലിൽ അത് ആഴ്ചവട്ടം എന്നുള്ള പേരിൽ എല്ലാ ആഴ്ചയിലും ഒരിക്കൽ സമകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് അതിൽ രാഷ്ട്രീയം, സാമുദായികം, അതിലെല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയിരുന്നതാണ്. ചിത്രകാരന്മാരും കാർട്ടൂണിസ്റ്റുകളും സാറിന്റെ ശിഷ്യഗണങ്ങളിൽ ഉണ്ട്. അതിൽ എടുത്ത് പെട്ടെന്ന് പറയാൻ കഴിയുന്ന ചില പേരുകൾ ഏതൊക്കെയാണ്? എടുത്ത് പറയാൻ കഴിയുന്ന ഒരു പേര് നമ്മുടെ നാട്ടുകാരനായ ഷിബു എന്ന് പറയുന്ന ഒരാൾ ഈ സ്ഥാപനത്തിൽ വന്ന കക്ഷികളാണ്. ഈ സ്ഥാപനം ഞാൻ ഏതാണ്ട് നടത്തിക്കൊണ്ടു പോകുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10,000-ഓളം കുട്ടികൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട്
നമ്മുടെ ശിഷ്യഗണങ്ങളായിട്ട് തീർന്നു. 1000-ഓളം വിദ്യാർത്ഥികൾ അതിൽ ചേർന്ന് പരിശീലനം നേടി പല രംഗത്തേക്കും പോയി രക്ഷപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് തന്നെ പറയാം.